നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഗുരുവായൂരിന്റെ 15 രാപ്പകലുകളെ സംഗീതലഹരിയിൽ ആറാടിച്ച ചെമ്പൈ സംഗീതോത്സവത്തിന് തിരശ്ശീല വീണു. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് പ്രിയപ്പെട്ട 5 കീർത്തനങ്ങൾ പ്രഗത്ഭ സംഗീതജ്ഞർ ചേർന്ന് ആലപിച്ചായിരുന്നു സംഗീതോത്സവത്തിന്റെ സമാപനം. ചെമ്പൈയുടെ ശിഷ്യൻ സംഗീത കലാനിധി പത്മഭൂഷൺ ഡോക്ടർ TV ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ ആദ്യം ഹംസധ്വനി രാഗത്തിൽ വാതാപിം ഗണപതിം ആലപിച്ചു. ഹംസാനന്ദയിൽ പാവനഗുരുവും പന്തുവരാളിയിൽ സാരസാക്ഷ എന്നീ കീർത്തനങ്ങളും ആലപിച്ച ശേഷം കരുണ ചെയ്വാനെന്ത് താമസം കൃഷ്ണ എന്ന കീർത്തനത്തോടെ സംഗീതോത്സവത്തിന് സമാപനം കുറിച്ചു. തുടക്കക്കാരും പ്രഗത്ഭരുമടക്കം 2535 പേരാണ് ഇത്തവണ സംഗീതാർച്ചന നടത്തിയത്. വിശ്വപ്രസിദ്ധമായ ചെമ്പൈ സംഗീതോത്സവം കഴിഞ്ഞ 15 ദിവസമായി തത്സമയ സംപ്രേഷണം ചെയ്ത CCTVക്ക് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആദരം. ലൈവ് ടെലികാസ്റ്റിംഗ് ഡയറക്ടർ VK പ്രമോദ് കുമാർ CCTVക്ക് വേണ്ടി ആദരം ഏറ്റുവാങ്ങി. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പൊന്നാട ചാർത്തി ഉപഹാരം സമ്മാനിച്ചു. കഴിഞ്ഞ 15 ദിവസം സമഗ്ര സംപ്രേഷണത്തിലൂടെ സംഗീതോത്സവത്തിന്റെ തനിമ ഒട്ടും ചോരാതെയാണ് CCTV ചെമ്പൈ സംഗീതോത്സവം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. സംഗീതോത്സവവുമായി സഹകരിച്ച് പ്രവർത്തിച്ച സംഗീതജ്ഞർക്കും പക്കമേളക്കാർക്കും സാങ്കേതിക വിദഗ്ധർക്കും വിവിധ മേഖലയിൽ സഹകരിച്ചവർക്കും ഉപഹാരം നൽകി. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ, പബ്ലിക്കേഷൻ മാനേജർ KG സുരേഷ്, PRO G വിമൽനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ഏകാദശിയോടനുബന്ധിച്ച് പൈതൃകം ഗുരുവായൂർ ഏർപ്പെടുത്തിയ കർമ്മശ്രേഷ്ഠ പുരസ്കാരം കൊച്ചിൻ ഷിപ്പ്യാർഡ് ചെയർമാൻ മധു S നായർക്ക് സമ്മാനിച്ചു. 11,001 രൂപയും പ്രശസ്തി പത്രവും പൊന്നാടയും ഫലകവും അടങ്ങുന്ന പുരസ്കാരം സ്വാമി ചിദാനന്ദപുരി സമർപ്പിച്ചു. ഏകാദശി സാംസ്കാരിക സമ്മേളനം കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ DM വാസുദേവൻ, PS പ്രേമാനന്ദൻ, കോഴിക്കോട് ഗംഗാധരൻ നായർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജഗോപാൽ, വർക്കിംഗ് കൺവീനർ ഡോക്ടർ KB പ്രഭാകരൻ, ശ്രീകുമാർ P നായർ, മധു K നായർ, KK വേലായുധൻ, മണലൂർ ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് പൈതൃകം ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ ദീപക്കാഴ്ചയൊരുക്കി. ഗുരുവായൂർ ദേവസ്വത്തിന്റെയും കൊല്ലം ചവറ മഹാലക്ഷ്മി വിളക്ക് സമിതിയുടെയും സഹകരണത്തോടെ വടക്കേനടയിൽ ക്ഷേത്രകുളത്തിന് പരിസരത്താണ് പ്രത്യേക ദീപക്കാഴ്ച ഒരുക്കിയത്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗം C മനോജ് എന്നിവർ ചേർന്ന് ദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് C രാജഗോപാൽ, വർക്കിംഗ് കൺവീനർ ഡോക്ടർ KB പ്രഭാകരൻ, ശ്രീകുമാർ P നായർ, മധു K നായർ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി തിരഞ്ഞെടുപ്പ് വിശേഷം. തുടരും വളരും എരുമപ്പെട്ടി എന്ന ശീർഷകത്തിൽ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. മങ്ങാട് സെന്ററിൽ നടന്ന ചടങ്ങിൽ AC മൊയ്തീൻ MLA പ്രകാശനം നിർവഹിച്ചു. ജനകീയം, ജനക്ഷേമം, ജനപക്ഷം, സുതാര്യം, വികസനം, ദീർഘവീക്ഷണം തുടങ്ങിയ തലക്കെട്ടുകളോടെയാണ് മാനിഫെസ്റ്റോ തയ്യാറാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ച പത്രികയിൽ ഭരണം ലഭിച്ചാൽ അടുത്ത 5 വർഷം നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശുചിത്വ ഗ്രാമത്തിനായി ഗ്രീൻ പാർക്ക്, പട്ടികജാതി ക്ഷേമ പദ്ധതികൾ, സ്കിൽ അക്കാദമി, കായിക വികസനം, ഹാപ്പിനെസ് പാർക്ക്,
ആയുർവേദ ആശുപത്രി ഉൾപ്പെടെയുള്ള ആരോഗ്യ പദ്ധതികൾ, സ്ത്രീ സുരക്ഷാ ഉന്നമന പദ്ധതികൾ, കാർഷിക വിനോദ പദ്ധതികൾ, ഹൈടെക് അങ്കണവാടികൾ എന്നിവയാണ് മാനിഫെസ്റ്റോയിൽ ഉയർത്തിക്കാണിക്കുന്നത്. LDF എരുമുപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ TK മനോജ് കുമാർ അധ്യക്ഷനായി. കൺവീനർ MS സിദ്ധൻ, നേതാക്കളായ S ബസന്തലാൽ, KV ശങ്കരനാരായണൻ, KM അഷറഫ്, വീരഞ്ജിത്ത്, CJ സിജോ, UK മണി, OB സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി മീന സാജൻ, ബ്ലോക്ക് സ്ഥാനാർത്ഥികളായ PM സജി, സ്വപ്ന പ്രദീപ്, റൈസി ഷാജൻ എന്നിവരും പഞ്ചായത്ത് വാർഡ് സ്ഥാനാർത്ഥികളും പങ്കെടുത്തു. കേരളത്തിൽ ഒരിടത് തരംഗം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് മാധ്യമങ്ങളാകെ ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 2020 കൂടുതൽ വലിയ വിജയം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടും എന്ന് രാഷ്ട്രീയ എതിരാളികൾ പോലും ഇപ്പോൾ സമ്മതിക്കുകയാണ്. LDFനെ എതിർക്കാൻ UDF വലിയ പരിശ്രമം നടത്തിയിരുന്നു. BJP കുന്നംകുളം മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും വികസന രേഖ പ്രകാശനവും നടന്നു. കുന്നംകുളം ലോട്ടസ് പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. UDFന്റെയും LDFന്റെയും രാഷ്ട്രീയം ജനസേവനമല്ലെന്നും നുണ പറഞ്ഞ് അധികാരത്തിലെത്തിയാൽ അഴിമതിയും വികസനമില്ലായ്മയുമാണ് ജനങ്ങൾക്ക് കിട്ടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. BJP ജില്ലാ ജനറൽ സെക്രട്ടറി KS രാജേഷ്, കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ, ചന്ദ്രശേഖരൻ പുതുശ്ശേരി, വിപിൻ കൂടിയടത്ത്, NDA നേതാക്കളായ MD രാജീവ്, സിദ്ധാർത്ഥൻ കമ്പിപ്പാലം, ചന്ദ്രശേഖരൻ പുതുശ്ശേരി, മണ്ഡലം ജനറൽ സെക്രട്ടറിമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ദേശചരിതം. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഗുരുവായൂർ നഗരസഭയിൽ കാൽനൂറ്റാണ്ടിന്റെ നേട്ടമുയർത്തിക്കാട്ടി ഭരണപക്ഷമായ LDF പ്രചാരണം കൊഴുപ്പിക്കുമ്പോൾ ഏതുവിധേനയും ഭരണം പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് UDF. BJP നേതൃത്വത്തിലുള്ള NDAയും ശക്തമായ സാന്നിധ്യമാണ്. കേരളത്തിലെ ഏക ടൗൺഷിപ്പായിരുന്ന ഗുരുവായൂർ ക്ഷേത്രനഗരി 1994 മെയ് 30-നാണ് നഗരസഭയായത്. 1995-ലാണ് ആദ്യ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. UDF വിജയിച്ച് കോൺഗ്രസിലെ പ്രൊഫസർ PK ശാന്തകുമാരി പ്രഥമ നഗരസഭാധ്യക്ഷയായി. കാലാവധി പൂർത്തിയാക്കും മുമ്പ് അവിശ്വാസ പ്രമേയത്തിലൂടെ ഇവർക്ക് ഭരണം നഷ്ടമായി. LDF ഭരണം പിടിച്ചെടുത്ത് CPMലെ K മണി നഗരസഭാ അധ്യക്ഷനായി. പിന്നീട് കാൽ നൂറ്റാണ്ടിനിപ്പുറത്തേക്ക് LDFന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 2010-ൽ പൂക്കോട്, തൈക്കാട് പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്ത് നഗരസഭയുടെ വിസ്തൃതി വർദ്ധിപ്പിച്ചു. നിലവിലെ ഭരണസമിതിയുടെ കാലയളവിൽ 43 വാർഡുകളാണ് ഉണ്ടായിരുന്നത്. വാർഡ് വിഭജനത്തോടെ ഇത് 46ആയി ഉയർന്നു. 2015-ലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചാണ് ശാന്തകുമാരി കൗൺസിലിലെത്തിയത്. LDFന് ഭൂരിപക്ഷത്തിന് ഒരു സീറ്റ് കുറവ് വന്നതിനെ തുടർന്ന് ശാന്തകുമാരിയുടെ പിന്തുണയോടെയാണ് LDF ഭരണ തുടർച്ച നടത്തിയത്. ഇതോടെ UDFന്റെയും LDFന്റെയും ഭരണ കാലയളവിൽ ചെയർപേഴ്സണായെന്ന ബഹുമതി ശാന്തകുമാരിക്ക് സ്വന്തമായി. നിലവിൽ CPMലെ M കൃഷ്ണദാസ് ചെയർപേഴ്സണും CPIയിലെ അനിഷ്മ ഷാനോജ് വൈസ് ചെയർപേഴ്സണുമാണ്. അസാധ്യം എന്ന് കരുതിയിരുന്ന പല പദ്ധതികളും സാധ്യമാക്കിയ കാലഘട്ടമാണിതെന്നാണ് ഇവരുടെ അവകാശവാദം. ഇതിൽ ആദ്യ വിരൽ ചൂണ്ടുന്നത് റെയിൽവേ മേൽപ്പാലത്തിലേക്കാണ്. ഗുരുവായൂരിലെ വലിയൊരു ഗതാഗതക്കുരുക്കിനാണ് മേൽപ്പാലം വന്നതോടെ പരിഹാരമായത്. കിഫ്ബി ഫണ്ടിൽ നിന്നും 25 കോടിയോളം രൂപ ചെലവിട്ടാണ് രണ്ടാം പിണറായി സർക്കാർ പാലം നാടിന് സമർപ്പിച്ചത്. ഇതോടെ സ്റ്റീൽ കോൺക്രീറ്റ് കോമ്പോസിറ്റ് സ്ട്രക്ചർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സർക്കാർ നിർമ്മിച്ച കേരളത്തിലെ ആദ്യ മേൽപ്പാലമെന്ന ബഹുമതി ഗുരുവായൂരിന് സ്വന്തമായി. പ്രതിവർഷം 3.5 കോടി തീർത്ഥാടകരെത്തുന്ന ക്ഷേത്രനഗരിയിലെ മാലിന്യമായിരുന്നു നഗരസഭയുടെ മറ്റൊരു തലവേദന. ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതിയിലൂടെ ദ്രവ മാലിന്യ സംസ്കരണ രംഗത്ത് പൂർണ്ണത കൈവരിക്കാനായെന്ന് ഭരണ നേതൃത്വം അടിവരയിട്ട് സമർത്ഥിക്കുന്നു. അരനൂറ്റാണ്ട് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ
2021 നവംബർ 16 പദ്ധതി കമ്മീഷൻ ചെയ്തത്. 2022 ഏപ്രിൽ 16 മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 21 കോടിയാണ് പദ്ധതിക്കായി ചെലവിട്ടത്. 3 ദശലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ദ്രവമാലിന്യ സംസ്കരണശാലയിലൂടെ നഗരത്തിലെ ലോഡ്ജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലെ മാലിന്യം സംസ്കരിക്കാൻ തുടങ്ങി. കാലങ്ങളായി മാലിന്യമലയായി കിടന്നിരുന്ന ശവക്കോട്ട എന്നറിയപ്പെടുന്ന ചൂൽപ്പുറം ട്രെഞ്ചിങ് ഗ്രൗണ്ട് പൂങ്കാവനമാക്കി മാറ്റിയത് LDF ഭരണസമിതിയുടെ വിജയ കിരീടത്തിലെ പൊൻതൂവലായി. ഇത് ദേശീയതലത്തിൽ ശ്രദ്ധ നേടി. റോഡുകളെല്ലാം മികച്ച നിലവാരത്തിലേക്ക് ഉയർന്നു. അമൃത് പദ്ധതിയിൽ നിർമ്മിച്ച കൈവരിയോടുകൂടിയ നടപ്പാതയും തെരുവ് വിളക്കുകളും ക്ഷേത്രനഗരിയുടെ തിളക്കത്തിന് പത്തര മാറ്റേകി. നഗരം കാലങ്ങളായി നേരിട്ടുകൊണ്ടിരുന്ന വെള്ളക്കെട്ടിന് അമൃത് പദ്ധതിയിൽ കാന നിർമ്മിച്ച് പരിഹാരം കണ്ടു. മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് അസൂയാവഹമായ നേട്ടം കൈവരിച്ചതോടെ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പ്ലാറ്റിനം അവാർഡ് ഗുരുവായൂരിനെ തേടിയെത്തി. തുടർച്ചയായി 2 തവണ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് ട്രോഫി കരസ്ഥമാക്കാനായത് ചരിത്ര നേട്ടമായി. സംസ്ഥാന പരിസ്ഥിതി മിത്ര പുരസ്കാരം, ആർദ്ര കേരളം പുരസ്കാരം, മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ പുരസ്കാരം എന്നിവയും ലഭിച്ചു. 1,14,50,000 രൂപയാണ് പുരസ്കാര തുക ഇനത്തിൽ ഗുരുവായൂർ നേടിയെടുത്തത്. ഉദ്ഘാടനത്തിന്റെ വക്കിലെത്തിയ ആധുനിക ബസ് ടെർമിനൽ, ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്റർ, അമ്യൂണിറ്റി സെന്റർ, ഷീ സ്റ്റേ ഹോം, മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് എന്നിവയാണ് നഗരസഭയുടെ മറ്റു പ്രധാന വികസന നേട്ടങ്ങളായി ഉയർത്തിക്കാട്ടുന്നത്. കുടിവെള്ള വിതരണത്തിലും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലും മികച്ച നേട്ടം കൈവരിക്കാനായി. ഈ സാഹചര്യത്തിലാണ് LDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ചരിത്ര വിജയം കൈവരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. LDF സർക്കാരിന്റെ കോട്ടങ്ങൾ ആയുധമാക്കി UDFും NDAയും തെരഞ്ഞെടുപ്പ് പോർമുഖത്തുണ്ട്. ഇതെല്ലാം PRO വർക്കിലൂടെ പൊലിപ്പിച്ച് കാട്ടുന്നതാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. അഴിമതി നിറഞ്ഞ ഭരണമെന്ന് UDF വാദം കടുപ്പിക്കുമ്പോൾ NDA പറയുന്നത് ഗുരുവായൂരിൽ ഇന്ന് കാണുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിന്റെ അമൃത് പ്രസാദ് പദ്ധതിയിലൂടെയാണെന്നാണ്. 3 മുന്നണികളിലും വിമതശല്യവും കാൽവാരലും ഉണ്ടെങ്കിലും തികഞ്ഞ വിജയപ്രതീക്ഷയുമുണ്ട്. ഇത്തവണ ചെയർപേഴ്സൺ സ്ഥാനം വനിതാ സംവരണമാണ്. ആധ്യാത്മിക നഗരമായ ഗുരുവായൂരിന്റെ ഭരണചക്രം തിരിക്കാനുള്ള അവസരത്തിനു വേണ്ടി സ്ഥാനാർത്ഥികൾ ഓട്ടത്തിലായപ്പോൾ രാഷ്ട്രീയ കക്ഷി നേതാക്കളും പ്രവർത്തകരും പുറകെയുണ്ട്. താമരയൂർ സ്വദേശിനി പൂക്കോട്ടിൽ പറമ്പിൽ മനോഹരൻ ഭാര്യ മണിക്ക് സമത്വം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പണിതു നൽകിയ വീടിന്റെ താക്കോൽ കൈമാറി. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപകൻ ഫാദർ ഡേവിസ് ചെറമൽ താക്കോൽദാനം നിർവഹിച്ചു. മുൻ വാർഡ് കൗൺസിലർ നിഷി പുഷ്പരാജ് അധ്യക്ഷത വഹിച്ചു. സമത്വം പ്രസിഡന്റ് ജോബി, സെക്രട്ടറി ജലീൽ, ട്രഷറർ TV ബിനു എന്നിവർ സംസാരിച്ചു. മക്കളില്ലാത്ത മണിയും ഭർത്താവും ചോർന്നൊലിക്കുന്ന ഓല വീട്ടിലായിരുന്നു താമസം. മാസങ്ങൾക്ക് മുമ്പ് ഭർത്താവ് മനോഹരൻ മരണപ്പെട്ടു. ഉപജീവന മാർഗം പോലുമില്ലാതെ ബുദ്ധിമുട്ടുന്ന മണിക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കാൻ 10 പേർ മാത്രം അടങ്ങുന്ന സമത്വം കൂട്ടായ്മ തീരുമാനിക്കുകയും 3 മാസം കൊണ്ട് 3 ലക്ഷം രൂപ ചെലവിട്ട് വീട് നിർമ്മിച്ചു നൽകുകയുമായിരുന്നു. ചടങ്ങിൽ ധനസഹായവും നൽകി. അജിത് താമരയൂർ, ബിനീഷ് താഴ്ശ്ശേരി, സൂരജ് കളത്തുപുറത്ത്, ശശി കുളങ്ങര, സുരേന്ദ്രൻ ഐനിപ്പള്ളി, രാമേന്ദ്രൻ കളത്തിൽ എന്നിവർ നേതൃത്വം നൽകി. പട്ടികജാതി വിഭാഗത്തിന്റെ സമഗ്ര വികസനത്തിനായി കുടുംബശ്രീ സമുന്നതി പദ്ധതി ചാലിശ്ശേരി കുന്നത്തേരിയിൽ ആരംഭിച്ചു. കുന്നത്തേരി പൗർണമി സാംസ്കാരിക നിലയത്തിൽ നടന്ന പരിപാടി കുടുംബശ്രീ സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ M പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പരിശീലകർക്കും ഗുണഭോക്താക്കൾക്കും വിശദീകരണ ക്ലാസ് നൽകി. ചാലിശ്ശേരി പഞ്ചായത്തിൽ കവുക്കോട്, കുന്നത്തേരി എന്നീ 2 കേന്ദ്രങ്ങളിലാണ് പദ്ധതി ആരംഭിച്ചത്. CDS ചെയർപേഴ്സൺ ലതാ സൽഗുണൻ അധ്യക്ഷയായി. ജില്ലാ പ്രോഗ്രാം ഓഫീസർ ചിന്തു മാനസ്, ബ്ലോക്ക് കോർഡിനേറ്റർ ദിവ്യ, ശാന്ത വിജയൻ, KK ദാസൻ എന്നിവർ സംസാരിച്ചു. കുന്നത്തേരി പൗർണമി ഭാരവാഹികളായ KK പ്രഭാകരൻ, KK സുരേഷ് ബാബു, KK അനിൽകുമാർ, KK സുന്ദരൻ, വായനശാല യുവജനവേദി പ്രവർത്തകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കിഴൂർ കാർത്തിയായനി ദേവി ക്ഷേത്രത്തിലെ കാർത്തിക മഹോത്സവത്തോടനുബന്ധിച്ച് കുന്നത്തെ പൂരാഘോഷ കമ്മിറ്റി ഒരുക്കിയ കൂറ്റൻ പന്തൽ ശ്രദ്ധേയമാകുന്നു. ക്ഷേത്രത്തിന് മുൻവശം കിഴൂർ കുന്നിൽ സ്ഥാപിച്ച മനോഹരമായ ദീപാലങ്കാര പന്തലിന്റെ സ്വിച്ച് ഓൺ യോഗാധ്യാപിക സന്ധ്യ ബാബുരാജ് നിർവഹിച്ചു. ചടങ്ങിൽ സന്ധ്യ ബാബുരാജിന് കുന്നത്തെ പൂരാഘോഷ കമ്മിറ്റിയുടെ ഉപഹാരം നൽകി. പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ, പ്രദേശവാസികൾ എന്നിവർ പങ്കെടുത്തു.
കുന്നംകുളം ഗവൺമെൻറ് മോഡൽ ബോയ്സ് സ്കൂളിൽ എയ്ഡ്സ് ദിനം ആചരിച്ചു. ഇതിൻ്റെ ഭാഗമായി സയൻസ് ക്ലബിൻ്റെയും ടീൻസ് ക്ലബിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പ്രധാനാധ്യാപിക ലില്ലി ഉദ്ഘാടനം ചെയ്തു. എയ്ഡ്സിനെക്കുറിച്ചും പകരുന്ന മാർഗങ്ങളെക്കുറിച്ചും ബയോളജി അധ്യാപിക ഡോളിയും എയ്ഡ്സ് ബാധിതരോടുള്ള സമീപനം എങ്ങനെ ആയിരിക്കണമെന്നതിനെപ്പറ്റി സ്കൂൾ കൗൺസിലർ ബിജിയും വിശദീകരിച്ചു. അധ്യാപിക പ്രിയ, സയൻസ് ക്ലബ് അംഗം വി അലൻ എന്നിവർ സംസാരിച്ചു. ടീൻസ് ക്ലബ് അംഗങ്ങൾ പൊതുചർച്ചയ്ക്ക് നേതൃത്വം നൽകി. ചുവന്ന നാട ധരിച്ച് അധ്യാപകരും കുട്ടികളും പരിപാടിയിൽ പങ്കെടുത്തു. ദേശവിളക്കിനിടെ ലഭിച്ച സ്വർണ്ണമാല ഉടമസ്ഥനെ കണ്ടെത്തി തിരിച്ചേൽപ്പിച്ച് ചാലിശ്ശേരി കടവാരത്ത് ശരത് മാതൃകയായി. താൽക്കാലിക വിളക്കുപന്തലിന് സമീപത്തു നിന്നു ലഭിച്ച സ്വർണ്ണമാല ശരത്തും മറ്റ് അയ്യപ്പ ഭക്തരും ചേർന്ന് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയായിരുന്നു. കവുക്കോട് ശിവക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന വിജീഷ് രശ്മി ദമ്പതികളുടെ മകൾ 7 വയസ്സുകാരി അദ്രിജയുടെ മാലയാണ് നഷ്ടപ്പെട്ടിരുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിവരം അറിഞ്ഞതിനെ തുടർന്ന് ഇവരെത്തി മാല കൈപ്പറ്റി. 1 പതിറ്റാണ്ടിലധികമായി എല്ലാ വർഷവും ശബരിമല യാത്ര നടത്തുന്ന ശരത്തും കൂട്ടരും കഴിഞ്ഞ 6 വർഷമായി ചാലിശ്ശേരിയിൽ നിന്നും കാൽനടയായാണ് യാത്ര നടത്തുന്നത്. എരുമപ്പെട്ടി പഴവൂർ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. പുലർച്ചെ വിശേഷാൽ പൂജകൾ, ഉച്ചയ്ക്ക് വിളക്കുപന്തലിൽ എഴുന്നള്ളിച്ചു വെക്കൽ എന്നിവ നടന്നു. വൈകിട്ട് 6-ന് പഴവൂർ ശ്രീകോട്ടയിൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ഉടുക്കുപാട്ടിൻ്റെ അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ച് രാത്രി 9 മണിയോടെ വിളക്കുപന്തലിൽ എത്തിച്ചേർന്നു. തുടർന്ന് കുട്ടഞ്ചേരി രാജേഷ് വെളിച്ചപ്പാടും സംഘവും നയിക്കുന്ന ആലിക്കൽ ശ്രീധർമ്മശാസ്ത വിളക്ക് സംഘത്തിൻ്റെ വിളക്ക് യോഗം നടന്നു. അന്നദാനവും ഉണ്ടായിരുന്നു. കമ്മിറ്റി ഭാരവാഹികളായ KA ചന്ദ്രൻ, PR രാഹുൽ, EM സുരേഷ്, PS മോഹനൻ, P ഉദയകുമാർ, PN ഉണ്ണിക്കുട്ടൻ, KS രാജീവ്, VR രഞ്ജിത്ത്, മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി. HIV പ്രതിരോധത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ പഴഞ്ഞി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് സ്കൂൾ മുതൽ ജെറുസലേം ജംഗ്ഷൻ വരെ റാലി നടത്തി. പരിപാടിയുടെ ഭാഗമായി HIV ബാധിതരോടുള്ള ഐക്യദാർഢ്യത്തിൻ്റെ പ്രതീകമായ ചുവന്ന റിബൺ കൈമാറി. സ്കൂൾ പ്രിൻസിപ്പൽ ജനീർലാൽ, NSS പ്രോഗ്രാം ഓഫീസർ ലിൻസ് കൊള്ളന്നൂർ, അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇസ്ലാമിക് ഓർഗനൈസേഷൻ വിദ്യാഭ്യാസ ബോർഡ് തൃശൂർ ജില്ലാ സമിതി മദ്രസ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച സർഗവസന്തം സമാപിച്ചു. സമാപന യോഗത്തിൻ്റെ ഉദ്ഘാടനം UAE ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ സെക്രട്ടറി ഷംസുദ്ദീൻ അജ്മാൻ നിർവഹിച്ചു. UAE ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ ഓർഗനൈസേഷൻ സെക്രട്ടറി അഷ്റഫ് പുതുശ്ശേരി മുഖ്യാതിഥിയായി. KATF ജില്ലാ പ്രസിഡന്റ് മുഹസിൻ മാസ്റ്റർ പാടൂർ, വിസ്ഡം ജില്ലാ സെക്രട്ടറി അൻവർ അബൂബക്കർ, പ്രസിഡന്റ് അഷ്റഫ് സുല്ലമി, ട്രഷറർ VM റിയാസ്, ജോയിന്റ് സെക്രട്ടറി അബ്ദുൾ ലത്തീഫ് പുന്നയൂർക്കുളം, വൈസ് പ്രസിഡന്റ് കാസിം ചൊവ്വലൂർപ്പടി, ജാഫർ സലഫി എന്നിവർ സംസാരിച്ചു. 5 വേദികളിൽ 94 ഇനങ്ങളിലായി നടന്ന മത്സരങ്ങളിൽ ജില്ലയിലെ വിവിധ മദ്രസകളിൽ നിന്നായി 100 കണക്കിന് വിദ്യാർത്ഥികൾ മാറ്റുരച്ചു. 1, 2, 3 സ്ഥാനങ്ങളിൽ യഥാക്രമം ഗുരുവായൂർ, കുന്നംകുളം, കയ്പമംഗലം എന്നീ മദ്രസകൾ ജേതാക്കളായി. മരത്തംകോട് ദേശവിളക്ക് കമ്മിറ്റിയുടെ ദേശവിളക്കും അന്നദാനവും നടന്നു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,935 രൂപ, പവന് 95,480 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 183 രൂപ. ചരമം. കുറുക്കൻപാറ മുട്ടത്തു വീട്ടിൽ കുമാരൻ ഭാര്യ അമ്മിണി നിര്യാതയായി. സംസ്കാരം നടത്തി. പരേതനായ സന്തോഷ്, സുനിൽ, ലത എന്നിവർ മക്കളാണ്. ഗുരുവായൂർ മാണിക്യത്തുപടി ഏറത്ത് അമ്പലത്തിന് സമീപം നെടിയടത്ത് സതീന്ദ്രൻ നിര്യാതനായി. 63 വയസ്സായിരുന്നു. സംസ്കാരം ഗുരുവായൂർ നഗരസഭ ക്രിമിറ്റോറിയത്തിൽ നടത്തി. ഷൈനി ഭാര്യയും ശ്രുതി, സച്ചിൻ എന്നിവർ മക്കളുമാണ്. പെരുമ്പിലാവ് ഞാലിൽ പരേതനായ അയ്യപ്പൻ മകൻ മോഹനൻ നിര്യാതനായി. 54 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തിതീരത്ത് നടത്തി. ശാന്തിനി ഭാര്യയും ദേവിക, ഷിബിൽ, ഷീമോൻ എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.